നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോണർ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോണറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ്നെസ്, നിറമൊക്കെ കൂട്ടാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഓയിൽ ഉണ്ടാക്കുന്നത് കുറക്കാൻ സഹായിക്കുന്ന ഒരു ടോണറാണ്. അപ്പൊ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഡെയിലി നമ്മുടെ ഫേസിൽ എക്സ്ട്രാ ഉണ്ടാവുന്ന ഓയിലിനെ ഇത് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ മുഖക്കുരു വരുന്നത് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ടോണറാണിത്. പിന്നെ മാത്രമല്ല, നമുക്കറിയാം ഏജ് കൂടുന്തോറും നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വന്നിട്ട് സ്കിന്ന് തൂങ്ങാൻ തുടങ്ങും, സ്കിന്നിന് എളുപ്പം തന്നെ പ്രായം തോന്നും. അപ്പൊ സ്കിന്നിന്റെ ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോണറാണിത്. സ്കിന്നിനെ ക്ലിയർ ആക്കുന്ന ഒരു ടോണർ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ടോണർ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ടോണർ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. എല്ലാറ്റിനും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അളവുണ്ട്, അപ്പോൾ നിങ്ങളും അതുപോലെ ഫോളോ ചെയ്യുക. എന്നിട്ട് ഇത് തിളപ്പിക്കാൻ വെക്കുക. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ടീയുടെ ലീവ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഫുള്ള് ഗ്രീൻ ടീയുടെ ലീവ്സ് ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം തിളപ്പിക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അപ്പം നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ കളറൊന്ന് മാറി വരുമ്പം മനസ്സിലാവുമല്ലോ, ഈ ഗ്രീൻ ടീ ലീവ്സിൻ്റെ സത്തുക്കൾ മുഴുവനും ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് വരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ തിളപ്പിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. പിന്നെ മാത്രമല്ല, ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും കുറഞ്ഞു വരും. ഇനി നമുക്ക് ഈ ഒരു വെള്ളം, ഈ ഗ്രീൻ ടീ നമുക്കൊന്ന് തണുപ്പിക്കാൻ വെക്കണം. അപ്പം ഞാൻ ആദ്യം ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലീവ്സ് ഒക്കെ ഒന്ന് മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് അരിപ്പ യൂസ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഈ വെള്ളം തണുപ്പിക്കാൻ വെക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ മാത്രമേ യൂസ് ചെയ്യാവൂ. ചൂടുള്ള ഒന്നും തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ്. ഇത് കളറൊന്നും ഇല്ലാത്ത നല്ല പ്യുവർ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. അപ്പോൾ നമുക്ക് അലോവേര ജെല്ലിന് പകരമായിട്ട് ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്ന് ഓയിലി ആക്നി പ്രോൺ സ്കിന്നാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിൽസിലോ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അങ്ങനെയൊക്കെ സൂക്ഷിച്ചാൽ മതി. ഇതിനായിട്ട് സെപ്പറേറ്റ് ബോട്ടിൽ വാങ്ങണമെന്നൊന്നുമില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമുക്ക് 7 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. പുറത്ത് വെക്കാത്തതാണ് നല്ലത്, എളുപ്പം ചീത്തയായി പോവും. ഗ്രീൻ ടീ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ സഹായിക്കും. സ്കിന്ന് ക്ലിയർ ആക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പിമ്പിൾസ് നല്ലോണം റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ടോണർ ഇപ്പൊ യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചിലർക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചത് യൂസ് ചെയ്യാൻ മടിയായിരിക്കും. കാരണം തണുത്തതൊക്കെ ഡയറക്റ്റ് സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ കാണും. അപ്പൊ നിങ്ങൾ പുറത്തെടുത്തതിന് ശേഷം കുറച്ചൊന്ന് തണുപ്പ് പോവാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്കിത് 2 തരത്തിൽ യൂസ് ചെയ്യാം. 2 തരത്തിൽ യൂസ് ചെയ്യുന്നത് ഞാനിത് കാണിച്ചു തരാം. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യേണ്ടത് CTM റൂട്ടീനിലാണ് കേട്ടോ. അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്ന് പറയുന്ന നമ്മുടെ സ്കിൻ കെയർ റൂട്ടീന്റെ ഭാഗമായിട്ടാണ് ഇതും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഗ്രീൻ ടീ ടോണർ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ഉള്ളതാണ്, ഈ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഗ്രീൻ ടീ ടോണറൊക്കെ. അപ്പൊ ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഒന്ന് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. നമുക്ക് സിമ്പിൾ ആയിട്ട്, നിങ്ങൾ കണ്ടതല്ലേ, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, അതായത് മുഖക്കുരൊക്കെ ഉള്ളവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടോണറാണിത്. പിന്നെ മാത്രമല്ല, സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് അവർക്ക് നല്ലതാണ് ഈ ഒരു ടോണർ കേട്ടോ. അപ്പൊ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് നമുക്കിതൊരു, അതായത് നമ്മൾ ഇത് ടോണർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം ഫേസ്. അതായത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം. സെപ്പറേറ്റ് ക്ലെൻസർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ടോണർ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാലും
പോസിന്റെ ഉള്ളില് ഓയിലും അതുപോലെ തന്നെ പൊടിപടലങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണും. അപ്പൊ ഒന്ന് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചുരുങ്ങാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ടോണർ. അപ്പൊ നമുക്കിത് സ്പ്രേ പോലെ യൂസ് ചെയ്യാം. അപ്പൊ അത് ഒരു സൈഡിൽ ഞാൻ സ്പ്രേ പോലെ യൂസ് ചെയ്യുന്നതും മറ്റേ സൈഡില് കോട്ടൺ പാഡ് വെച്ച് യൂസ് ചെയ്യുന്നതും കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ സ്പ്രേ പോലെ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് കോട്ടൺ പാഡ് കണ്ടോ, ഇതുപോലെ ഒരു കോട്ടൺ പാഡ് എടുത്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലെൻസ് ചെയ്തെടുത്ത് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി. അപ്പൊ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു തരത്തില് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അത് അങ്ങനെ തന്നെ വെക്കുക. സ്കിന്ന് അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ അപ്ലൈ ചെയ്യാവൂ. കാരണം ആ ഒരു ടോണറിന്റെ എഫക്ട് നമ്മുടെ സ്കിന്നിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണ്. നമ്മൾ ഹോം മെയ്ഡ് ഗ്രീൻ ടീ ടോണർ അല്ലേ, നമ്മൾ വേറെ ഒരു കെമിക്കൽസും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടോണറാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി പിമ്പിൾസ് ഒക്കെ ഉള്ളവര്, അതുപോലെ തന്നെ കൂടുതൽ എപ്പോഴും കൂടുതൽ ഫേസ് ഓയിലി ആയിട്ടിരിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോണറാണ്. സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ടോണറാണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.